നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. പിന്തുണ UDF സ്വീകരിച്ചപ്പോൾ മുതൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഈ സഹകരണം വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. വെൽഫെയർ പാർട്ടി UDF സഹകരണത്തെ CPIM LDF നേതൃത്വം കഠിനമായി വിമർശിക്കുന്നു. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി ഒരു മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാത്തപ്പോഴോ പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ സാധാരണ നിലയിൽ തെറ്റൊന്നുമില്ല. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ പിന്നെ എന്തിനാണ് ഈ പുകിലെല്ലാം? വിശദമായി പരിശോധിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയാണ് വെൽഫെയർ പാർട്ടി. കടുത്ത ഇസ്ലാമിക മതവാദിയായിരുന്ന അബുൽ അഅ്ല മൗദൂദി സ്ഥാപിച്ച് ഇന്ന് നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തനവും പദ്ധതിയും പരിപാടിയുമുള്ള സംഘടനയാണത്. എന്താണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണയ്ക്കാൻ പറയുന്ന കാരണം? ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾ തുറന്നു കാണിക്കാനും തിരുത്തിക്കാനും UDF വിജയിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. സർക്കാരിനെതിരെ ജനരോഷം ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരമായാണ് അവർ ഈ പിന്തുണ പ്രഖ്യാപനത്തെ വിശദീകരിക്കുന്നത്. മതരാഷ്ട്രവാദം അടിസ്ഥാന പ്രത്യയശാസ്ത്രമായ ഒരു സംഘടനയുടെ പിന്തുണ വാങ്ങിയെന്നാണ് LDF നേതൃത്വം UDFനെതിരെ ഉയർത്തുന്ന വിമർശനം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമേ ഇല്ലെന്നും സംഘടനയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതിരോധം. എന്നാൽ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് അംഗമാക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ VD സതീശൻ തള്ളുന്നു. പിന്തുണയ്ക്കായി വെൽഫെയർ പാർട്ടിയുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ അടുത്ത കുറെ കാലമായെങ്കിലും നിലനിൽക്കുന്ന ഒരു സഹകരണത്തിന്റെ തുടർച്ചയാണിത്. അടുത്ത ചോദ്യം, നിലമ്പൂരിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനോട് എത്രത്തോളം പ്രിയമുണ്ടെന്നതാണ്. ഒട്ടുമേ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ജമാഅത്തെ ഇസ്ലാമിയെ അതിശക്തമായി വിമർശിച്ചിട്ടുള്ളയാളാണ് ആര്യാടൻ ഷൗക്കത്ത്. IS-ഉം ലഷ്കറും അടക്കമുള്ള ഭീകര സംഘടനകളുടെ ആശയ അടിസ്ഥാനം മൗദൂദിയുടേതാണെന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ഹൗസായ IPH വഴി മൗദൂദിയൻ ആശയ പ്രചാരണം നടക്കുന്നത് തടയണമെന്ന് വരെ ഷൗക്കത്ത് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കുറച്ചുകൂടി വലിയ ശത്രു ഇടതുപക്ഷമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷി UDFന് മനസ്സില്ലാ മനസ്സോടെ പിന്തുണ നൽകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ എതിർപ്പ് ശക്തമാണ്. ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്തുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും നിറയുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി എന്നെങ്കിലും ഇടതിനെ പിന്തുണച്ചിട്ടുണ്ടോ? ഉണ്ട്, പലവട്ടം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ LDFനായിരുന്നു അവരുടെ പിന്തുണ. അന്ന് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടില്ല. T ആരിഫ് അലി അമീർ ആയിരിക്കെ 2011 ഏപ്രിൽ 18-നാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 സീറ്റുകളിൽ LDFന് പിന്തുണ കൊടുത്തു. 2016 മുതൽ സ്വന്തം നിലയിൽ ശക്തി തെളിയിക്കാനായി ശ്രമം. തദ്ദേശ സ്ഥാപനങ്ങളിൽ സാഹചര്യം നോക്കി തരാതരം ഇടതും വലതും ചാഞ്ഞിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രധാന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അവരുടെ പിന്തുണ UDFനായിരുന്നു. ഇടതുപക്ഷവും CPIM-ഉം ശത്രുപക്ഷത്തേക്ക് മാറി. സമസ്തയ്ക്കും മുജാഹിദ് സംഘടനകൾക്കും ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണത്തിൽ വിയോജിപ്പുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം മൗദൂദി എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ സംഘടനയുടെ പദ്ധതിയും പരിപാടിയും? ആരാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അഅ്ല മൗദൂദി? വിവിധ ദേശരാഷ്ട്രങ്ങളിൽ എவ்விதമാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്? 1903-ൽ ഔറംഗാബാദിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബുൽ അഅ്ല മൗദൂദിയുടെ ജനനം. ആദ്യകാലങ്ങളിൽ പാശ്ചാത്യ നിലപാടുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും എല്ലാം അംഗീകരിച്ച മൗദൂദി 1930-കൾക്ക് ശേഷം കടുത്ത ഇസ്ലാമികവാദിയായി. ഖുർആനും ഏകദൈവവും മാത്രമാണ് സത്യമെന്ന നിലപാടിലേക്ക് മാറി. ഹിന്ദു രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെ എതിർത്തു. മുസ്ലിം ലീഗുമായി സഹകരിക്കുമെന്ന് നിലപാടെടുത്തെങ്കിലും പിന്നീട് ലീഗിന്റെ ജനാധിപത്യ ആശയങ്ങളോട് വിയോജിച്ചു. മുസ്ലിം ബ്രദർഹുഡിൽ ആകൃഷ്ടനായി 1941 ഓഗസ്റ്റിൽ മൗദൂദി പുതിയ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചു. ഏകദൈവ വിശ്വാസത്തിലൂന്നിയ ദൈവിക രാജ്യം സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം. മതനിരപേക്ഷ ജനാധിപത്യത്തെ പൂർണ്ണമായും എതിർത്തു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. സംഘടനയുടെ ആശയപ്രകാരം പാർലമെന്റുകളിലും അസംബ്ലികളിലും അംഗത്വം നേടുന്നതും വോട്ട് ചെയ്യുന്നതും ഹറാമാണ്. ഇസ്ലാമിക വിപ്ലവം യാഥാർത്ഥ്യമാകുമെന്ന നിലപാടിലൂന്നിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചാരണം. ശരീഅത്ത് നിയമം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകതയിലൂന്നിയാണ് സൈദ്ധാന്തിക പ്രയാണം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ വിഭജനത്തെ എതിർക്കാൻ മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമിയും സജീവമായി പ്രവർത്തിച്ചു.
വിഭജനം മുസ്ലിങ്ങളെ ഒരു താൽക്കാലിക അതിർത്തിയാൽ വേർതിരിക്കുമെന്ന് മൗദൂദി വാദിച്ചു. അത് ഇസ്ലാമിക് രാഷ്ട്രമെന്ന ലക്ഷ്യത്തിന് തിരിച്ചടിയാകുമെന്നതായിരുന്നു അതിന് കാരണം. ഇന്ത്യ വിഭജനത്തിന് ശേഷം മൗദൂദി പാകിസ്ഥാനിലേക്ക് മാറി. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനും ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശും പ്രവർത്തിച്ചു വരുന്നു. 1971 യുദ്ധത്തെ ചൊല്ലി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണുള്ളത്. യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ 1972 ബംഗ്ലാദേശിൽ സംഘടന നിരോധിക്കപ്പെട്ടു. 1976 നിരോധനം പിൻവലിച്ചു. ഇതേ കാരണങ്ങളുടെ പേരിൽ തന്നെ 2013 ബംഗ്ലാദേശ് സുപ്രീം കോടതി പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. അവാമി ലീഗ് സർക്കാർ പാർട്ടിയെ നിരോധിച്ചു. 2024 ഭരണ അട്ടിമറിക്ക് പിന്നാലെ ഇടക്കാല സർക്കാർ നിരോധനം പിൻവലിച്ചു. സുപ്രീം കോടതി അടുത്തിടെ രജിസ്ട്രേഷൻ പുതുക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു രൂപമാണ്. തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ 2019 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ സംഘടനയെ നിരോധിച്ചു. 2024 5 വർഷത്തേക്ക് കൂടി നിരോധനം നീട്ടി. അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സംഘടനയുടേത് തീവ്ര നിലപാടാണെങ്കിൽ ഇന്ത്യയിൽ കശ്മീരിലൊഴികെ സംഘടന സമാധാനത്തിന്റെ പാതയിലാണ്. മതരാജ്യ സ്ഥാപനത്തിന് ഇന്ത്യയിൽ സമയമായില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ജനാധിപത്യത്തെ ആശയപരമായി തന്നെ എതിർക്കുന്ന ഒരു സംഘടനയുമായി കൈകോർക്കുന്നു എന്നാണ് UDF-നെതിരെ LDF-ന്റെ വിമർശനം. UDF-നെ പിന്തുണയ്ക്കുമ്പോൾ CPIM-ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയും അല്ലാത്തപ്പോൾ മതേതര പാർട്ടിയുമാകുന്നുവെന്ന് VD സതീശൻ പരിഹസിക്കുന്നു. മതരാഷ്ട്ര രൂപീകരണം എന്ന ലക്ഷ്യം ഇന്ത്യൻ സാഹചര്യം പരിഗണിച്ച് തിരുത്തി എഴുതിയിട്ടുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. അത് UDF-ഉം ഏറ്റുപിടിക്കുന്നു. അവരെ ഉൾക്കൊണ്ട് വോട്ട് വാഗ്ദാനം സ്വീകരിക്കുന്നു. അപ്പോഴും ഒരു ജനാധിപത്യ ക്രമത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മതനിയമങ്ങൾ പ്രത്യയശാസ്ത്ര അടിത്തറയായ അടിസ്ഥാനപരമായി ജനാധിപത്യത്തോട് വിയോജിക്കുന്ന സംഘടന എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അവർ സ്വയം വിശദീകരിക്കുന്നു, അവരെ മറ്റു കക്ഷികൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നെല്ലാം ചർച്ചയാവുക തന്നെ ചെയ്യും.